മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന് ആത്മഹത്യാ കേസുകൾ. 4 വർഷത്തിനിടെ 39,877 പേർ ആത്മഹത്യ ചെയ്തു. ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്തത് തിരുവനന്തപുരം ഗ്രാമീണ മേഖലകളിലാണ്. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 4,367 പേരാണ് തിരുവനന്തപുരം ഗ്രാമീണ മേഖലയിൽ സ്വയം ജീവനൊടുക്കിയത്. ജനം ബ്രേക്കിംഗ്. കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ്. സംസ്ഥാനത്ത് ആത്മഹത്യാ കേസുകൾ ഇങ്ങനെ കുതിച്ചുയരുന്നു എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്തത് തിരുവനന്തപുരം ഗ്രാമീണ മേഖലയിലാണ് എന്നുള്ളതാണ്. എന്തു കാരണങ്ങൾ ആണ് ഇതിനായി ഈ സ്റ്റഡീസ് ചൂണ്ടിക്കാട്ടുന്നത്? പഠന റിപ്പോർട്ടുകൾ എന്തൊക്കെ കാരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നത്? രോഹിണി, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായ ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DK മുരളി MLA ചോദ്യത്തിന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയിലാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവരുന്നത്. അതായത് 2021 മെയ് 20 മുതൽ മാർച്ച് 16, അതായത് ഈ മാസം മാർച്ച് 16 വരെയുള്ള കണക്കുകളാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ അവിടെ രേഖാമൂലം സമർപ്പിച്ചത്. ഈ കണക്കുകളിലാണ് ഏകദേശം 39,877 ജീവനുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നത്. ഏകദേശം 5ലധികം ജില്ലകളിൽ ഈ 4 വർഷത്തിനിടെ 2000-ന് മുകളിലും 2,500-ന് മുകളിലുമാണ് ഓരോ വർഷത്തെയും കണക്കുകൾ പ്രകാരമുള്ള ആത്മഹത്യകളുടെ എണ്ണം. ഈ സർക്കാരിൻ്റെ ഭാഗത്ത് ഇന്ന് വിവിധ തലങ്ങളിൽ വലിയ രീതിയിലുള്ള ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, അമ്മമാർ, പ്രായമായ സ്ത്രീകൾ, യുവാക്കൾ അടക്കമുള്ളവർ ആത്മഹത്യക്ക് വിധേയരാകുന്നത്. അതിൽ സാമ്പത്തിക പ്രതിസന്ധി പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്, പ്രണയ നൈരാശ്യം പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്, രക്ഷകർത്താക്കൾ കുട്ടികളെ അമിതമായി സ്നേഹിക്കുന്നതും അമിതമായി അവരെ ശകാരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ മരണത്തിനും ആത്മഹത്യയ്ക്കും കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ബോധവൽക്കരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് സർക്കാർ തലത്തിൽ നിന്നുള്ള കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ റൂറൽ മേഖലകൾ, അതായത് ഗ്രാമീണ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യകൾ ഉണ്ടായിട്ടുള്ളത്. 4,367 ആത്മഹത്യകളാണ് ഈ കാലയളവിൽ തിരുവനന്തപുരം ഗ്രാമീണ മേഖലയിൽ മാത്രം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് വനവാസി മേഖലകളിലും ഒപ്പം തന്നെ കിഴക്കൻ മലയോര മേഖലകളിലുമൊക്കെയാണ് അതിൽ ഏറ്റവും കൂടുതൽ വർധനവുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ആശാവർക്കർമാരൊക്കെ ഉള്ളവരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ബോധവൽക്കരണവും ഒപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും ആത്മഹത്യകളുടെ എണ്ണം കുറയ്ക്കാനോ അല്ലെങ്കിൽ അവരെ മുഖ്യധാരയിൽ എത്തിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ കണക്കെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ബോധവൽക്കരണം ശക്തമാക്കുക, ഒപ്പം തന്നെ ആത്മഹത്യകളുടെ എണ്ണം കുറയ്ക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കുക എന്നൊരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മലപ്പുറം, പാലക്കാട് അടക്കമുള്ള ജില്ലകൾ, കൊല്ലം റൂറൽ, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം മേഖല അടക്കമുള്ള ജില്ലകളിലും പാലക്കാട് ജില്ലയിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ മരണസംഖ്യ അല്ലെങ്കിൽ ആത്മഹത്യകളുടെ എണ്ണം ഉള്ളത്. അതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പാലക്കാട് ജില്ല തന്നെയാണ്. 3,446 ആത്മഹത്യകളാണ് 2021 മുതൽ 25 മാർച്ച് 16 വരെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യം ശക്തമാകുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ ബോധവൽക്കരണവും ഒപ്പം തന്നെ ഇത്തരത്തിൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ള അവരുടെ ആപ്തവാക്യവും ഒക്കെ ഫലം കാണുന്നില്ല. അത് കൂടുതൽ മരണങ്ങളിലേക്കും അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കും എത്തിക്കുകയാണ് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന കണക്കുകൂടിയാണ് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ച ഈ ഒരു രേഖാമൂലമുള്ള കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി, ശരി. എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.